മരപ്പട്ടിയുടെ ശല്യം കൊണ്ടായിരുന്നു എന്നെ വിളിച്ചത്. വീടിൻ്റെ മുകളിലേക്ക് മരപ്പട്ടി എങ്ങനെ കയറിയെന്ന് വെച്ചാൽ സിമ്പിളായിട്ടാണ് മരപ്പട്ടി കയറിയത്. ജിപ്സം ചെയ്ത പണിക്കാരാണ് പണി തന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ ഉള്ളിലായിരുന്നു മരപ്പട്ടി കയറി കൂടിയത്. മരപ്പട്ടി സിമ്പിളായിട്ടായിരുന്നു ഉള്ളിലേക്ക് കയറിയിരുന്നത്. ഏത് അണ്ടർഗ്രൗണ്ടിൽ കയറി കൂടിയാലും മരപ്പട്ടിയെ നമ്മൾ ഒഴിവാക്കും. വീട്ടുകാരുടെ സമാധാനമാണ് നമ്മുടെ ലക്ഷ്യം. സ്ഥിരമായിട്ട് രാത്രി മേലെ സൗണ്ട് കേൾക്കായിരുന്നു. ഇപ്പോൾ വൈഫിനും കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ മെരുവിൻ്റെ കുട്ടീൻ്റെ സൗണ്ടും ഇതുപോലെ വന്നിരുന്നു. എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ആകെ ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ഞാൻ ഷിയാബിൻ്റെ റീല് കാണുന്നത്. അങ്ങനെ ഷിയാബായിട്ട് ബന്ധപ്പെട്ടിട്ട് ഷിയാബ് വന്ന് അനായാസം അതിനെ പുറത്തെടുത്ത്. ഇത് ഇൻറ്റീരിയർ ചെയ്ത ആൾക്കാർ ആ എയറോള് ക്ലോസ് ചെയ്യാൻ വിട്ടതാണ്. അത് അവർ സ്ഥിരമായിട്ട് ചെയ്യണ മിസ്റ്റേക്കാണ്. അതിന് ശേഷം ഉള്ളിൽ മെരു വരികയോ അത് ഇവിടെ കൂടുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടായി. ഇപ്പോൾ അവൻ വന്നിട്ട് എല്ലാം റിപ്പയർ ചെയ്ത് പഴയമാതിരി ആക്കി തന്ന് ഇപ്പോൾ ഓക്കെയാണ്. വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ 2 എയറോളുകളായിരുന്നു ഉണ്ടായിരുന്നത്. മരപ്പട്ടിക്ക് കയറാൻ കഴിയാത്ത വിധത്തിൽ അടച്ചിട്ടാട്ടോ അവിടുന്ന് പോന്നത്.